നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തുറന്നു പറയുകയാണ്. എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് എൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് സർവീസിൻ്റെ ഇഷ്യൂസ്, എന്തൊക്കെയാണ് നിങ്ങൾ ആ വാഹനം വാങ്ങിച്ച സമയത്തുണ്ടായ എക്സ്പീരിയൻസ്, അങ്ങനെ എന്തും പറയാനുള്ളൊരു വേദിയാണ് നമ്മുടെ റാപ്പിഡ് ഫയർ. റാപ്പിഡ് ഫയർ വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത ഒരു പ്രോഗ്രാം കൂടിയാണ്. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് നമ്മുടെ റാപ്പിഡ് ഫയറിൽ പ്രത്യക്ഷപ്പെടുന്നത് നോക്കാം. നമ്മൾ ഇന്ന് രാവിലെ രണ്ട് ബൈക്കേഴ്സിനെ കണ്ടുപിടി. രണ്ടും ഒരേ ബൈക്ക് തന്നെ ഓടിച്ചു വന്നവരാണ്. ഒരേ ബൈക്ക് തന്നെയാണെന്ന് മാത്രമല്ല, അപൂർവമായിട്ട് കാണുന്ന ഇന്ത്യൻ 111 ആണ് ഈ രണ്ട് ബൈക്കുകളും. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ ആളെ പരിചയപ്പെടാം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേര്? എസ്തർ. എന്ത് ചെയ്യുന്നത് സാർ? ഞാൻ ബിസിനസ് ആണ്. പൂനോളിൽ സിൽക്സ് എന്ന് പറയും. പൂനോളിൽ എന്ന് പറഞ്ഞാൽ അങ്കമാലിയിലൊക്കെ അല്ലേ? ശരി. അത് ഫാമിലി ബിസിനസ് ആയിട്ട് ഞാൻ മാരീഡ് ആയേക്കണ അങ്ങോട്ടാണ്. അത് ശരി. അപ്പൊ അതിലാണ് ശ്രദ്ധിക്കുന്നത്. എങ്ങനെയുണ്ട് കച്ചവടം? നന്നായി പോകുന്നു. ഇപ്പൊ സീസൺ ആയതുകൊണ്ടിട്ട് കുഴപ്പമില്ലാതെ പോകുന്നു. മലയാളികളുടെ പുതിയ ട്രെൻഡ് എന്താണ് ഡ്രസ്സുകളുടെ കാര്യത്തിൽ? ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ടിട്ട് റെഡ് ആൻഡ് വൈറ്റ് ആ ഒരു തീമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാരും റെഡും വൈറ്റും അന്വേഷിച്ചാ നടക്കുന്നത്. അപ്പൊ അങ്ങനെ റെഡ് ആൻഡ് വൈറ്റ് തീമാണ് ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ടിട്ട് പോകുന്നത്. നമുക്ക് അവിടെ വെഡിങ് കളക്ഷൻസ് എല്ലാം ഉണ്ട്. എല്ലാ കളക്ഷൻസും ഉണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ഈ അങ്ങോട്ട് പോകുന്നത് ഈ ബൈക്കിലാണോ? ഞാൻ ചില സമയത്ത് വൈകിട്ടൊരു മഴ വരുമ്പോ ഞാൻ ഇങ്ങനെ ആ ഒരു സമയത്ത് അല്ലാത്തപ്പോ ഞാൻ ബൈക്കും കൊണ്ടാ പോകുന്നത്. അല്ലെങ്കിൽ ഏതാ ഓടിക്കുന്ന കാർ? ഏതാണ് കാർ ഉള്ളത്? വെൽഫയർ ഉണ്ട്, GLS ഉണ്ട്, അതേപോലെ Q7 ഉണ്ട് ഓടിയുടെ. അത് മൂന്നും ഓടിക്കുന്ന ആൾക്ക് എന്തായാലും ഇന്ത്യനെ പറ്റുള്ളൂ. പിന്നെ ബൈക്കിലേക്ക് പോയാലല്ലേ? എത്ര കാലമായി ഇന്ത്യൻ എടുത്തിട്ട്? ഇത് ആക്ച്വലി അപ്പ എന്റെയും ഹസ്ബൻഡിന്റെ പേര് നിർമ്മൽ ഡൊമിനിക് എന്നാണ്. നിർമ്മലിന്റെ എന്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു വണ്ടിയാണ്. അപ്പൊ ഹസ്ബൻഡും കൂടിയും ഈ ഒരു ഫീൽഡിലോട്ട് ഹസ്ബൻഡ് ഓടിക്കും, സ്ഥിരമായിട്ട് ഓടിക്കും. ഹസ്ബൻഡ് ആവട്ടെ, ഫാമിലി ആവട്ടെ, എല്ലാരും നല്ല സപ്പോർട്ടീവ്. അപ്പം നമ്മളിപ്പം നേരത്തെ നിങ്ങൾ രണ്ടുപേരും ഇന്ത്യൻ ഓടിച്ച് വരുന്നത് കണ്ടു. എങ്കിൽ പോലും വീട്ടിലൊക്കെ കുറെ ബൈക്ക് കാണണമല്ലോ. ഫാദർ ഒരു ബൈക്ക് ഭ്രാന്തനാണ്. ബൈക്കാണ് പുള്ളിയുടെ ഒരു ബൈക്ക് ഒരു വീക്ക്നെസ് ആണല്ലേ? അപ്പം ഈ ഇന്ത്യൻ നേരത്തെ വീട്ടിലുള്ളത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണോ ഇത് എടുത്ത് ഗിഫ്റ്റ് തന്നത്? ഇത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇത് എടുത്തത്. പിന്നെ വീട്ടിൽ അതേപോലെ 2 ഹാർലി ഡേവിഡ്സൺ ഉണ്ട്, ഒരു ഡുക്കാട്ടി മൾട്ടിസ്റ്റാർഡ് എൻഡ്യൂറോ ഉണ്ട്, പിന്നെ ഒരു റോഡ് മാസ്റ്റർ ഉണ്ട്. ശരി. ഒട്ടും മോശമല്ലാത്ത കുടുംബമാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇന്ത്യനെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ എല്ലാ വണ്ടികളും ആക്ച്വലി ഓടിച്ചു നോക്കിയിട്ട് ഞാനൊരു 18-ാം വയസ്സിലാണ് റോഡിൽ ഓടിക്കാൻ തുടങ്ങിയത്. അതിനു മുന്നേ ഞാൻ നമ്മുടെ ട്രാക്കിലായിരുന്നു. ഞാൻ ട്രാക്കിലൊരു ലെവൽ 2 വരെ ഞാൻ RACR എന്നും പറഞ്ഞിട്ട് ഞാൻ രജനി അക്കാഡമി ഓഫ് കോമ്പറ്റേറ്റീവ് റേസിംഗിന്റെ ഒരു ലെവൽ 2 വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ ബൈക്കിലോട്ട് കയറിയത്. അപ്പൊ അപ്പയുടെ ഒരു ഇൻട്രസ്റ്റ്, അപ്പൊ കോളേജ് ലൈഫ് മുതലൊക്കെ ബൈക്കായിട്ട് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ്, പഴയ പണ്ട് മുതൽ രാജു ഇതൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കും ഇൻട്രസ്റ്റ് വന്നപ്പോ എനിക്ക് ബൈക്ക് എടുത്തു തന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു ഡെയിലി ബൈക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഇത് ഡെയിലി ബൈക്കായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ട്രാഫിക്കിൽ വരുമ്പോ ഒരു ചൂടടിക്കണ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ 18-ാം വയസ്സിൽ ഓടിക്കുന്ന ഞാൻ പല വണ്ടികളും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ വണ്ടി ഇന്ത്യൻ തന്നെയാണ് കംഫർട്ടബിൾ. നമ്മളിപ്പോ ഇപ്പം സാധാരണ ഒരാൾ കാണുമ്പോഴത്തേക്കും ഇത്രയും വലിയ വണ്ടി എങ്ങനെ ഓടിച്ചു നടക്കുന്നു സ്ഥിരമായിട്ടെന്നൊക്കെ ഒരു തോന്നൽ വരും. അതൊന്നും ഓടിക്കുമ്പോ തോന്നുന്നില്ല അല്ലെ? ഓടിക്കുമ്പോ തോന്നും, ഇച്ചിരി വളക്കുമ്പോഴും തിരിക്കുമ്പോഴൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. പിന്നെ നമ്മുടെ പെണ്ണ് ഓടിക്കണമെന്ന് കാണുമ്പോ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതിപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ റേസ് ട്രാക്കിലൊക്കെ ഓടിച്ച് പഠിച്ചതിന് ശേഷം അത്തരത്തിലുള്ള ഒരു റേസ് ബൈക്ക് അല്ലേ സാധാരണ തെരഞ്ഞെടുക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റേസ് ബൈക്ക്? എന്റെ ഫാദറിന്റെ ഒരു കോൺസെപ്റ്റിൽ എന്ന് വെച്ചാൽ റേസ് ബൈക്ക് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് പറ്റിയതല്ല, നമ്മുടെ റോഡിന് പറ്റിയതല്ല. ഇതും നമ്മുടെ റോഡിന് പറ്റിയതാ അങ്ങനെ 100% പറയാൻ പറ്റില്ല. ഈ ട്രാഫിക് ഉള്ളതുകൊണ്ട് ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു ഭയങ്കര സ്പോർട്സ് ബൈക്ക് ഫാനാണ്. പക്ഷെ അപ്പ പറഞ്ഞു എനിക്ക് എടുത്തു തരില്ല, അല്ല എനിക്ക് എടുത്തു തരില്ല എന്ന് തന്നെ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ടിട്ട് ഈ ബൈക്ക് തന്നെ ഞാൻ ചൂസ് ചെയ്തു. പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് റോഡ് അപ്പിയറൻസ് ഒക്കെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തു. ഈ നേരത്തെ പറഞ്ഞ കാറുകളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് വെൽഫെയർ ആണല്ലേ? ഓടിക്കാനാണോ ഇഷ്ടം, യാത്ര ചെയ്യാനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം ആണല്ലോ. ഓടിക്കാനും ഇഷ്ടം. അതൊരു സ്ട്രോങ് ഹൈബ്രിഡ് ആയിരുന്നു, നല്ല സ്മൂത്തായിട്ട്. അതാണ് ഞങ്ങള് ലോങ് ഡ്രൈവ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാർ. അതാണ് അതെന്ന് പറയുമ്പോ എന്റെ ഹസ്ബൻഡ് സൈഡിലുള്ള കാർസാണ്. പിന്നെ ഇവിടെ ഒരു വോൾവോ S90 ഉണ്ട്.
അതാണ് കുറച്ച് സ്പോർട്ടി ഫീൽ ആയിട്ടുള്ള ഒരു കാർ ഉള്ളത്. ഇതിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലോങ് റൈഡ് ഒക്കെ പോയിട്ടുണ്ടോ? ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ മാറി 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 ഓടിക്കും. ഹസ്ബൻഡ് കൊടുക്കുമ്പോ എന്റെ തരം എനിക്ക് കൊടുക്കും, ഹസ്ബൻഡിനെ കൊടുക്കും. അപ്പൊ ഞങ്ങൾ മാറി 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 ഓടിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു ബൈക്കിന്റെ ചോദിക്കാമോ എന്ന് അറിയില്ല, മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് കുഴപ്പമില്ല. 20 കിട്ടുന്നുണ്ടോ? 20 കിട്ടുമോ? 20 ഒരു 15 ഒക്കെ വരെ കിട്ടും. 15 കിട്ടും. അത് മോശമല്ല. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ലുക്ക് പിന്നെ ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആ. ആ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രീ ആയിട്ട് ഭയങ്കര റിഫൈൻഡ് എഞ്ചിൻ ഉണ്ട്. അപ്പൊ ആ ഒരു നല്ല സ്മൂത്ത്, നല്ല റോഡാണെങ്കിൽ ഒരു സ്മൂത്ത് ഗോയിങ് ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ട് പറയുന്നത്? നെഗറ്റീവ്സ് ഈ വണ്ടിക്ക് പറയാനില്ല. ഇല്ല, ഈ ഹീറ്റ് ഇഷ്യൂ പോലും അതൊരു വലിയ നെഗറ്റീവ് ആയിട്ട് കാണുന്നില്ല. അത് ട്രാഫിക്കിന്റെ ഇതാകുമ്പോ ഒരു ഹീറ്റ് ഇഷ്യൂ ഉണ്ടാവും. അത് ഏത് വണ്ടി സൂപ്പർ ബൈക്ക് എടുത്താലും ഹീറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും. അത് നമ്മൾ ഗവനിക്കാതെ വിടുകയെന്നേ ഉള്ളൂ അല്ലേ? സർവീസ് കോസ്റ്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അപ്പൊക്കെ കൊടുക്കാണ്. ഗിഫ്റ്റ് കിട്ടിയിട്ടും തിരിച്ച് സർവീസിന്റെ സമയത്ത് സർവീസ് കോസ്റ്റ് അറൗണ്ട് 12,000 ആ റേഞ്ചിലൊക്കെ ഈ വലിപ്പം വെച്ച് നോക്കുമ്പോൾ മോശമില്ല. ഈ സ്ഥിരം ബൈക്കുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പുതുതായിട്ട് വരുന്ന ബൈക്കുകളും ഒക്കെ? ഞാൻ അത്യാവശ്യം അപ്ഡേറ്റഡ്. എന്താണ് അടുത്ത കാലത്ത് ചുമ്മാ കണ്ണിപ്പെട്ടത് കൊള്ളാലോ തോന്നിയ ഒരു ബൈക്ക് അതായിരിക്കും? അങ്ങനെ ചോദിച്ചാ എനിക്കിപ്പോ എന്റെ ഡ്രീം ബൈക്ക് നേടി എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ എനിക്ക് H2 ഇഷ്ടമാണ്, കവസാക്കി H2. അത് എന്റെ ഒരു ഡ്രീം ബൈക്കാണ്. അപ്പൊ അതിപ്പോ കറന്റ്ലി നിർത്തി വെച്ച് ഇപ്പൊ അതിന്റെ പുതിയ എന്തോ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലായിരുന്നു എന്റെ നോട്ടം. പക്ഷെ അപ്പം പറഞ്ഞത് ഈ റോഡിന് പറ്റിയ വണ്ടിയല്ല, ഈ റോഡിന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ചാൾ ഇത് തന്നെ ആയിരിക്കും കാര്യം തോന്നുന്നു അല്ലേ? കുറച്ചാളല്ല, എന്റെ ഫുൾ ടൈം വണ്ടി ഉണ്ടാവും. അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങൾ ഇത് നമുക്ക് ഫാദറിനോട് തന്നെ ചോദിക്കാനുള്ളത്. കാരണം അദ്ദേഹം ഇതായിരിക്കുന്നു, രണ്ടുപേരും കൂടെയാണ് നമ്മളിപ്പോൾ രാവിലെ ഒരുമിച്ച് പിടികൂടിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും തമാശ വന്ന് രാവിലെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു സാധനം. അപ്പൊ ഇദ്ദേഹം ഇത് അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് മുടിയല്ലായിരുന്നു. അതൊരു രസമുള്ള സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ബൈക്കുകൾ ഓടിക്കുന്നവരുടെ ഒരു കൾട്ട് ഉണ്ടല്ലോ. നമ്മളിപ്പോ US പോകുമ്പോഴാണെങ്കിലും എല്ലാവരും ഇപ്പൊ ആണുങ്ങൾ പോലും ഇത്തരം ഹെൽമെറ്റുകൾ ഇതൊക്കെ കാണാം. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, അതുകൊണ്ടാണ്. ഇനി എന്താണ് അടുത്ത നടപടി? വലിയ യാത്ര വല്ലതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ലേ ലഡാക്ക് പോയിട്ടുണ്ട്. ഫാദറും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ലേ ലഡാക്ക് പോയിട്ടുണ്ട്, ജയ്സൽമാർ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ റൈഡൊക്കെ പോയിട്ടുണ്ട്. ഉടനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉടനെ പ്ലാൻ ചെയ്യണം, ഒരു അടുത്ത കൺട്രിയിലോട്ട് പോകാന്നുള്ള. ഞാനത് ചോദിക്കാൻ വന്നത്. വെളിയിൽ ഓടിച്ചിട്ടുണ്ടോ ബൈക്ക്? വെളിയില് ഔട്ട് ഓഫ് കൺട്രി ഇല്ല, ബൈക്ക് ഓടിച്ചിട്ടില്ല. ഇത് ഈ പറഞ്ഞ പോലെ ഇത്തരം ബൈക്കുകളൊക്കെ റെന്റിനെടുത്ത് ഇപ്പം തായ്ലൻഡൊക്കെ ചെന്നാൽ റെന്റിനെടുത്ത് ഇത് ഓടിക്കുന്നവർ ഇഷ്ടം പോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത് തന്നെ കൊണ്ടുപോകണമെന്നില്ല, അവിടെ ചെന്ന് ഇഷ്ടമുള്ള ബൈക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4-5 തവണ ഓൾ ഇന്ത്യ കഴിഞ്ഞിരിക്കും. പിന്നെ ക്രോസ് കൺട്രിയും പോയായിരുന്നു, ഭൂട്ടാനിലൊക്കെ പോയായിരുന്നു. അപ്പൊ ഞാൻ ചില സമയത്ത് അടക്കം ഫ്ലൈറ്റിന് പോയി അവിടെ ഇറങ്ങും, കൂടെ ജോയിൻ ചെയ്യും. അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ഫാദറിനോട് തന്നെയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി വീണ്ടും പുതിയ വാഹനങ്ങളൊക്കെ എടുക്കണം. അത് ഹസ്ബൻഡിനോട് ഒരു ദിവസം ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിട്ട് വരാൻ പ്രോഗ്രാമിൽ. അപ്പൊ പൂനോൾ സിൽസ് ചെല്ലുമ്പോ ഈ മുഖം നോക്കണല്ലോ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കണ്ടത് ഒരു ബൈക്ക് ഭ്രാന്തിയാണെങ്കിൽ അതിന്റെ പിതാവായിട്ട് വരും ഒറിജിനലി ബൈക്ക് ഭ്രാന്തിന്റെ കാര്യത്തിലും രണ്ടും അല്ലെ? നമസ്കാരം. പേര്? ബെർണാഡ്. എന്ത് ചെയ്യുന്നത്? ഞാൻ ഇന്റീരിയർ ഡിസൈനിങ്. ഇവിടെ തന്നെ കൊച്ചി തന്നെ. എന്താണ് വലിയ ഇൻഡസ്ട്രിയൽ ലൈനിലാണോ? വീടുകളെല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. ഷിപ്പിന്റെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഹോട്ടൽസ്. ഷിപ്പിന്റെ ഇന്റീരിയർ ചെയ്യുന്നുണ്ടല്ലേ? ഷിപ്പിന്റെ ഇന്റീരിയർ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം വെച്ചാൽ ചെറിയൊരു സ്പേസിൽ വളരെ ഗംഭീരമായിട്ട് അല്ലെ കാര്യങ്ങൾ ഓരോ പോലും നമ്മളതിനകത്ത് വിട്ടുവീഴ്ച ഇല്ലാണ്ട് ചെയ്യണം. അതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അതാണ് ശരി. അപ്പം വലിയ ഷിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി. അപ്പൊ ഷിപ്പുകളൊക്കെ ചെയ്യുന്ന ആളായിട്ടുണ്ടായിരിക്കും. ഷിപ്പ് പോലത്തെ ഒരു ബൈക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയല്ല മോള് പറയുണ്ടായി. ഇഷ്ടം പോലെ ബൈക്കുകളുണ്ട് വീട്ടിൽ, എല്ലാത്തിനും പേരും പറഞ്ഞു. എന്നോട്ടെ ഈ ബൈക്ക് ഭ്രാന്തിലേക്ക് എത്തിയത്? ചെറുപ്പം പോലെ തന്നെ ബൈക്ക് ഭ്രാന്ത് ആണോ? ഫാദറിന്റെ ബുള്ളറ്റ് ആയിരുന്നു, ഒരു ഇൻഫീൽഡ്, റോയൽ എൻഫീൽഡ് ചെറുതില്. അതിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഫസ്റ്റ് ബൈക്ക് ഞാൻ എന്റെ ഏൺ ചെയ്ത് മേടിച്ചത് RD 350. അതേത് കാലത്താ? അത് 89. അന്ന് ഇമ്പോർട്ട് ചെയ്ത് തന്നെ വരണം. അതെ, അതങ്ങനെ എല്ലാം അന്നത്തെ ജപ്പാൻ ബൈക്കായിരുന്നല്ലോ, ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല. അതായിരുന്നു ഫസ്റ്റ്. 2 ബൈക്ക് ഉണ്ടായിരുന്നു, നല്ല ഓട്ടോർക്കും ഹൈറ്റോർക്കും. അതിലാണ് ബൈക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അന്നൊരു വലിയ കാഴ്ച ആയിരുന്നിരിക്കണമല്ലോ എറണാകുളത്ത് അല്ലേ? അന്നത്തെ സൂപ്പർ ബൈക്കാണല്ലോ RD 350. അപ്പം അതിനുശേഷം പിന്നെ തുടർച്ചയായി അത്തരം ബൈക്കുകളിലൂടെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ബ്രേക്ക് വന്നു. കല്യാണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങള് കല്യാണം കഴിച്ചിട്ടും ഞാനും വൈഫും കൂടിയിട്ടെല്ലാം ഈ 350 ട്രിപ്പൊക്കെ പോവാറുണ്ട്. പിന്നെ കുറച്ചാള് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രേക്ക് വന്നു. പിന്നെ
ഹാർലി ഡേവിഡ്സൺ വന്നപ്പോഴാണ് വീണ്ടും ആ എൻ്റെ പഴയ തലവൊക്കിയത്. ആ അപ്പോൾ അങ്ങനെ ഒരു ബൈക്ക് ഹാർലി എടുത്തു ആദ്യം. ആ ഹാർലി എടുത്തു കഴിഞ്ഞിട്ട് അത് പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ഒരു വലിയ വണ്ടി എടുത്ത് ആ ആദ്യം എടുത്തത് സൂപ്പർ ലോ ആയിരുന്നു. ആ പിന്നെ ഹെറിറ്റേജ് സോഫ്റ്റ്വെയർ എടുത്ത് ആ. അതിൻ്റെ വലിയ ആ. ഫാറ്റ് ബോയിനേലും വലിയ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ഇവിടെ വരണത്. ആ. അപ്പോൾ ഇന്ത്യൻ അതുപോലെ എനിക്ക് അറിയാമായിരുന്നു ഇന്ത്യൻ എന്നുള്ളൊരു ബ്രാൻഡുണ്ട്, ആ. ഏറ്റവും സൂപ്പർ സാധനമാണെന്നെല്ലാം അറിയാമായിരുന്നു. ആ. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഇതിനു മുമ്പ് ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് പോയായിരുന്നു ഇവിടെ ഡാം ആൻഡ് ഡ്യൂലി ഇന്ത്യൻ്റെ ഒരു പരിപാടി വെച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനും വൈഫും കൂടി ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ വൈഫ് പറഞ്ഞ് ഇത് സൂപ്പർ സാധനമാണ്. വൈഫ് ഓടിക്കും? വൈഫ് ഓടിക്കും. എല്ലാരും ബൈക്ക് ഭ്രാന്തന്മാരും വൈഫ് ഇവിടുത്തെ ഫസ്റ്റ് ലേഡി ഹോഗാണ്, ഹാർലി ഓണേഴ്സ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് കേരളത്തിലെ ലേഡി ഹോഗായിരുന്നു. എല്ലാരും ഓടിക്കും, ഞങ്ങൾ ഫാമിലി എല്ലാരും ബൈക്ക്. ശരി ശരി. അപ്പൊ ഈ ഒരു ക്വിക്ക് കമ്പാരിസൺ ഹാർലി ആൻഡ് ഇന്ത്യൻ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു എന്താ പറയാ ബൈക്കിന്റെ ഒരു റോൾസ് റോയ്സ്, ബൈക്കിലൊരു റോൾസ് റോയ്സ് എന്ന് പറയാം. അത്രക്ക് റിഫൈൻഡ് ആണ്. അപ്പൊ അതിന്റെ എല്ലാ ബൈക്കിനും അതിൻ്റെതായിട്ടുള്ള ഓരോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് ഇന്ത്യ. ഇത്രയും ബൈക്കുകളുണ്ടെങ്കിലും കംഫർട്ടബിൾ, ഭയങ്കര കംഫർട്ടാണ്. ലോങ് ഞാൻ ഓൾ ഇന്ത്യ ഒരു 3-4 പ്രാവശ്യം കറങ്ങിയിട്ടുണ്ട്. കന്യാകുമാരി, കാശ്മീർ, ഗോൾഡൻ കോർഡിലേറ്ററിൽ, അങ്ങനെ ഒരുപാട് റൈഡുകൾ ഇതില്. പിന്നെ ഡുക്കാട്ടിലും പോകേണ്ടത് ഞാൻ ലേലഡാക്കൊക്കെ ഡുക്കാട്ടിലാണ്. അതും ഇതേപോലെ തന്നെ എല്ലാ ടെറൈനിലും പോകാൻ പറ്റിയൊരു മറ്റേ മൾട്ടിസ്റ്റാഡ അതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ബൈക്കുകളൊക്കെ ഓടിച്ച് ഓൾ ഇന്ത്യ ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലുള്ള സർവീസ് ഇഷ്യൂസ് ഒക്കെ ഇല്ല, അത്ര എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? അത് എൻ്റെ അനുഭവത്തിൽ ആശങ്ക ഉണ്ടെങ്കിലേ വരുള്ളൂ. നമ്മൾ ധൈര്യത്തിലോട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നമ്മളെ ആശങ്ക പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും പറ്റും. പിന്നെ സർവീസ് ഇഷ്യൂ എനിക്ക് ഒരിടത്തും വണ്ടി കടന്നിട്ടില്ല, വഴിയിലിട്ടിട്ടില്ല. അത് വെച്ചിട്ട് ഞാൻ ഭാഗ്യമായിരിക്കും ചിലപ്പോൾ, കാരണം വണ്ടികളല്ല എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ അതിനെനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പൊ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ഒരെണ്ണം കൂടി എടുത്തത്. ഇതാണ് മോൾക്ക് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞല്ലോ, മോൾക്ക് ബർത്ത്ഡേ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. അപ്പോഴും വേറെ വണ്ടിയെ പറ്റി ഒന്നും ആലോചിച്ചില്ല, ഇന്ത്യൻ തന്നെ മതി. ഈ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇന്ത്യന്റെ സർവീസും സർവീസ് എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഇന്ത്യയിൽ ഇത് ഈ വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാല് സർവീസ് സെന്ററിൽ കയറ്റേണ്ടി വരാറില്ല. അത് പീരിയോഡിക്കൽ സർവീസ് അല്ലാണ്ട് വേറെ ഒരു കംപ്ലൈന്റും വരില്ല. അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നു ഈ ഡീലേഴ്സിന് ഇത് ഭയങ്കര നഷ്ടം. ആഫ്റ്റർ സർവീസേ ഇല്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള സർവീസ് വരുന്നുള്ളൂ. എത്ര രൂപയായി ഇത് വാങ്ങിച്ചപ്പോൾ? 60 lakhs. 60 വർത്താണോ? 60 വർത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പാഷന് ഒരു വിലയിടാൻ പറ്റില്ലല്ലോ. അതില്ല, ഒരു തരത്തിലും ഭയങ്കര കുറ്റം പറയലോ. ഞാൻ പലതരത്തിൽ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അതാണ് ശരിയാണ്. അതെ, പാഷൻ നമുക്കിപ്പം വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു ബൈക്കിന് വില നോക്കിയിട്ടല്ലല്ലോ വരുന്നത്. അപ്പൊ ഇപ്പം കയ്യിലുള്ള ബൈക്കുകൾ ഏതൊക്കെയാണ്? എനിക്ക് ഹാർലി 2 ബൈക്ക് ഉണ്ട്. ഹെറിറ്റേജ് സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ ഒരു മൾട്ടിസ്റ്റാഡ, എൻഡ്യൂറോ, പിന്നെ ഈ 2 ഇന്ത്യനും. അപ്പൊ ഈ ഇത്രയും ബൈക്കുകളിൽ രാവിലെ ഓടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്, ഇതായിരിക്കും നമ്മളെ സെലക്ട് ചെയ്യാൻ തോന്നുന്നത് എന്നാണ്. അത് ഡിപ്പെൻസ്. നമ്മൾ ടെറൈൻ ചിലപ്പോൾ നോക്കുമ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് നോക്കുമ്പോൾ ചിലപ്പോൾ ഓഫ് റോഡ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഡുക്കാട്ടി എടുക്കും. അതല്ല ഹൈവേ ആണ് കൂടുതലെങ്കിൽ ഈ വണ്ടിയിലായിരിക്കും അങ്ങനെയാണ് പോകുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വലിയ ബൈക്കുകൾ ഓടിക്കുമ്പോൾ ഉള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾക്കാർ. ഇപ്പോൾ കൂടും, എല്ലായിടത്തും കൂടുതൽ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര കൂടും. ഒരു ഐ ക്യാച്ചർ എന്ന് പറയാലോ, എവിടെ നിർത്തിയാലും അതൊരു അറ്റൻഷൻ എടുക്കണം. ഈ ഹോണ്ട ബിഗ് വിങ് താല്പര്യമില്ല? ബിഗ് വിങ് താല്പര്യം ഉണ്ട് എനിക്ക്. അങ്ങനെ ഇന്ന വണ്ടിയിൽ നിന്നൊന്നും ഇല്ല. ചിലപ്പോൾ അടുത്ത വണ്ടി ചിലപ്പോൾ ബിഗ് വിങ് അല്ല, ഗോൾഡ്. അപ്പൊ ഇത് ഈ ഇത്തരത്തിലുള്ള ബൈക്കുകൾ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ബൈക്കുകൾ തന്നെയാണോ ഒരു ഓടിക്കാൻ സുഖമായിട്ട് തോന്നുന്നത്? അതോ ഓരോ ടെറൈൻ അനുസരിച്ചും ഓരോ അനുസരിച്ചും ഒക്കെ തന്നെയാണ്? ശരിക്കും നമ്മളുടെ ഇവിടെ ഓഫ് റോഡൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബൈക്ക് എന്ന് പറയാനായിട്ട് ഈ ഹോണ്ടയുടെ ആഫ്രിക്ക വെയിറ്റ് കുറവാണ്. അത്ര ഓഫ് റോഡുകളും പോകാറുണ്ടോ? ഓടിക്കാറുണ്ട്. അപ്പോൾ ഓഫ് റോഡുകൾ പോകുമ്പോൾ കേരളത്തിലാണോ അതോ കേരളത്തിന് വെളിയിലാണോ പോകാറുള്ളത്? 2 സ്ഥലത്തും പോകാറുണ്ട്, കേരളത്തിലും പോകാറുണ്ട്, കേരളത്തിന് വെളിയിലും പോകാറുണ്ട്. ഇപ്പൊ ഞാൻ ബൈക്ക് എടുക്കുമ്പോൾ തന്നെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് എല്ലാ വണ്ടിയും ഞാൻ പിള്ളേർക്കാണെങ്കിലും എടുത്തു കൊടുക്കുമ്പോൾ എല്ലാവരും ട്രെയിനിങ്ങിനൊക്കെ വിട്ടിട്ട് ബൈക്ക് എടുത്ത് കൊടുക്കും. അവരെ ട്രാക്കിലൊക്കെ. പിന്നെ മോനാണെങ്കിൽ ഞാൻ
DRE മറ്റേ ഇവരുടെ ഒരു ഡൽഹിയിലൊരു ഇതുണ്ട് ഓഫ് റോഡ് ട്രെയിനിങ്ങിനൊക്കെ വിട്ടിട്ടാണ് വന്നത്. അതെല്ലാം പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് കാരണം പിള്ളേര് റോട്ടിൽ കിടന്നിട്ട് റേസ് നടത്തേണ്ട സ്ഥലമല്ലല്ലോ. റേസ് നടത്തണമെങ്കിൽ അവിടെ ട്രാക്കിൽ പോവാ. അതെ, ശരിയാണ്. അത് നമ്മൾ ഉത്തരവാദിത്തോടു കൂടി ഓടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ബൈക്കുമായിട്ട് ഇപ്പൊ അവളെ സംബന്ധിച്ച് വണ്ടിയായിട്ട് ഇറങ്ങുമ്പോ കുറെ ഈ ചെറിയ ബൈക്കുകാർ വന്നിട്ട് കുത്തിക്കയറ്റിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെ, അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ വെളിയിൽ കേരളത്തിന് ഇന്ത്യക്ക് വെളിയിൽ ബൈക്ക് ഓടിച്ചിട്ടുണ്ടോ? ഇന്ത്യക്ക് വെളിയിൽ ഞാൻ ഇവിടെ ഈ ആർലിയുടെ ഒരു റൈഡ് ഭൂട്ടാനിലൊക്കെ പോയി. അങ്ങനെ അപ്പൊ അതല്ലാതെ ഇപ്പൊ നമ്മള് മറ്റേ എന്താ പറയുക തായ്ലൻഡോ അല്ലെങ്കിൽ ഞാൻ റെഡിയായതാണ്. ഞാനിങ്ങനെ ന്യൂസിലാൻഡൊക്കെ റൈഡൊക്കെ പോകും. അപ്പോഴാണ് കോവിഡ് വന്നത്. അത് ഒരുപാട് ചാർട്ടറൊക്കെ ചെയ്ത് കാശൊക്കെ കൊടുത്തതാ. പക്ഷെ അത് പോയി. ആ കമ്പനി തന്നെ ഇപ്പൊ ഇല്ല. ഒരു റൈഡ് കണ്ടക്ട് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയായിരുന്നു. അതെനിക്ക് തോന്നുന്നു കോവിഡോടുകൂടി അതൊക്കെ പോയി. ഞാൻ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വലിയ ബൈക്കുകളൊക്കെ കണ്ടത് നമ്മള് മലേഷ്യയിലെ ബൈക്ക് വീക്കില്, അത് ഈ ഓടിച്ചെത്താവുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും മലേഷ്യയിൽ. അതുപോലെ തന്നെ ഫുക്കറ്റ് ബൈക്ക് വീക്ക്, അതെനിക്ക് നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഇപ്പൊ ഈ ഏപ്രിലിൽ വരുന്നുണ്ട് ഫുക്കറ്റ് ബൈക്ക്, ഞാനൊക്കെ പോകുന്നുണ്ട്. അത് ബൈക്ക് ഇഷ്ടപ്പെടുന്നവര്, അത് തന്നെ അല്ല കസ്റ്റമൈസ്ഡ് ബൈക്കുകൾ കുറേ ഉണ്ട്. അപ്പൊ ഞാനൊരു ഭയങ്കര രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണ കണ്ടത് മുഴുവൻ മറ്റേ അതാണ് കമ്പി കൊണ്ട് തന്നെ ആണെങ്കിൽ പോലും നമ്മുടെ സ്കെലിട്ടൺ പോലെയും ഒക്കെ ഉള്ള ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് സ്കള് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്താണ് അടുത്തത്? ഈ പറഞ്ഞ ഗോൾഡ് വിങ്ങിലേക്ക് എത്തുമോ അതോ മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ കാറിലേക്ക് പോവാണെങ്കിൽ S90 ആണല്ലേ? മോള് പറഞ്ഞ S90 എങ്ങനെയുണ്ട്? അടിപൊളി. എത്ര കാലം എടുത്തിട്ട് ഇപ്പൊ? ഞാനിപ്പോ ഓൾമോസ്റ്റ് 4-5 years ആയി. അതൊരു സേഫ്റ്റി നോക്കിയാണോ വോൾവോയിലേക്ക് പോയത്? പക്ഷെ അല്ലാതെ സേഫ്റ്റി അപ്പാർട്ട് ഫ്രം സേഫ്റ്റിയും വളരെ ഗംഭീര വണ്ടിയാണ്. നല്ല പെർഫോമൻസ് വൈസും വളരെ മികച്ച വണ്ടിയാണ്. പിന്നെ അധികം ഞാൻ ഈ ബെൻസ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊരു പിന്നെ ഈ വണ്ടി ഉള്ള ആളാണല്ലോ. അത്രയും ഒരു ഹൈപ്പിൽ പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അതേസമയം ലക്ഷറി ബൈക്ക് വണ്ടിയാണ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അങ്ങനെ ഞാൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇപ്പൊ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്റീരിയർ എന്തിന്റെയാണ്? ഞാനിപ്പോ ഒരു കുറെ ഫ്ലാറ്റുകളുടെ വർക്കാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു കുറ്റവും എത്ര പറഞ്ഞാലും തിരിച്ചും മറിച്ചും ചോദിച്ചാലും മറ്റേ ദൃശ്യം സിനിമയിലെ പോലെ എങ്ങനെ ചോദിച്ചാലും മറ്റേ പള്ളിയിൽ പോയിരിക്കാണെന്ന് പറയണമെന്ന് പറഞ്ഞാലാണ് കാര്യങ്ങൾ. ബൈക്കുകളെ പറ്റി പറയുമ്പോഴേ നമ്മളെല്ലാ വണ്ടികളും ഞാൻ എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. BMW, ഈ ഹോണ്ട, എല്ലാ ബൈക്കുകളും സൂപ്പർ ബൈക്സ് എല്ലാം ഞാൻ ഓടിച്ചു നോക്കി. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എല്ലാം അതിൻ്റെതായിട്ടുള്ള പ്ലസും മൈനസും എല്ലാം. ഒരു ബൈക്കിനെ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. ശരിയാണ്, മനുഷ്യനെ പോലെ തന്നെയാണ് ഓരോരുത്തരും ഓരോ ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ വീണ്ടും എവിടെയെങ്കിലും റൈഡൊക്കെ ആയിട്ട് കണ്ടുപിടും. ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ഒരു ഹോട്ട് സെല്ലിംഗ് വാഹനമായ Volkswagen ടൈഗൂണിന്റെ ഉടമയാണ്. നമസ്കാരം സാർ. പേര്? പോൾ. എന്തിനാ സാർ? ഞാൻ ബൈ പ്രൊഫഷണൽ എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയർ, റിട്ടയർഡാണ്. ശരി. റിട്ടയർഡ് ആയി കഴിഞ്ഞെടുത്ത വണ്ടിയാണോ ഇത്? അതെ, ഇതിപ്പോൾ ഒരു 1.5 വർഷമായുള്ളൂ. ആണല്ലേ? രാവിലെ ഓടാൻ പോയതാണോ? എല്ലാ ദിവസവും ഓടാൻ പോകും. ആണോ? എത്ര ദൂരം ഓടും? ദൂരം പറഞ്ഞാൽ ഒരുപാട് ഓടും. എന്നാലും എറണാകുളത്ത് നിന്നൊക്കെ തുടങ്ങി എവിടം വരെയൊക്കെ പോകും? അങ്ങനെയല്ല, നമ്മൾ രാവിലെ തീരുമാനിക്കും 5 കിലോമീറ്റർ ഓടണം, 10 വേണം, 15 വേണം, 25 വേണം, 30 വേണം, 40 വേണം ഒക്കെ തീരുമാനിച്ചാൽ ശരി. എത്ര വരെ ഓടിയിട്ടുണ്ട്? എത്ര ദൂരം വരെ? അത് 210 വരെ ഓടിയിട്ടുണ്ട്. 210 കിലോമീറ്ററോ? യെസ്. വണ്ടിയല്ല, ഞാൻ ഓടിയിട്ടുണ്ട്. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവില്ലല്ലേ? വണ്ടി അത് ശരി. അപ്പൊ ഈ പ്രായത്തിലും വളരെ പ്രായാധികം 70 വയസ്സായുള്ളൂ. ഇന്നലെയായിരുന്നു ബർത്ത്ഡേ. 70 വയസ്സിൽ 210 കിലോമീറ്റർ ഒക്കെ ഓടുന്നു? 210 കിലോമീറ്റർ ഓടി 66ാമത്തെ വയസ്സ്. ആണോ? വെറുതെ രാവിലെ അസൂയപ്പെടുത്തല്ല, നമ്മളൊന്നും ഒരു എക്സസൈസും ഇല്ല നടക്കുന്ന ആൾക്കാരാണ്. എത്ര കാലം ഈ ഓട്ടം തുടങ്ങിയിട്ട്? ഞാൻ ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റിന് ശേഷം 60 വയസ്സിൽ. അതായത് ഈ മാരത്തോൺ എന്നൊക്കെ പറഞ്ഞാൽ 42.195 കിലോമീറ്റർ ആണ് മാരത്തോൺ. അത് ഞാൻ ആദ്യമായിട്ട് ഓടുന്ന 60ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ അത് 160 ഓടിക്കഴിഞ്ഞു. അത് ഫുൾ മാരത്തോൺ കേട്ടോ. പിന്നെ അല്ലാണ്ട് ഹാഫ് ഉണ്ട് അതിന്റെ പകുതി. അത് 400 ആയുള്ളൂ.
ഇത് നമ്മൾ പിടിച്ചതിലും വലുതാണ് അളയിൽ എന്ന് പറഞ്ഞ കക്ഷി കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു പ്രായത്തിൽ ഉള്ളവരോടുള്ള ഒരു ഉപദേശം എന്താണ് ഈ ഓട്ടത്തിന്റെ കാര്യത്തിൽ? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും സാമ്പത്തികമായിട്ട് ഏതെല്ലാം ലെവലിലെത്തിയാലും നമുക്ക് സന്തോഷപ്രദമാവണം, ജീവിതം സന്തോഷപ്രദമാക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവണം, അതോടൊപ്പം ആരോഗ്യമുള്ള മനസ്സുണ്ടാവണം. ഇത് രണ്ടും ഉണ്ടാവണമെങ്കിൽ വെറുതെ പോഷകാഹാരം വെച്ചതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമോ ലഭിക്കുന്ന ഒന്നല്ലത്. നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റും. അങ്ങനെ ചെയ്താൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, നമുക്ക് സുഖമായി ജീവിക്കാം. അതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അല്ല, തീർച്ചയായിട്ടും ശരി. അപ്പൊ ഞാനൊക്കെ ഇപ്പം പലപ്പോഴും ടെൻഷൻ ഉണ്ടായിരിക്കും, ഞാനൊന്നും എക്സസൈസ് ചെയ്യുന്നില്ല, ചെയ്തില്ലെങ്കിൽ എന്താവും എന്നുള്ളൊരു പേടിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ 70 വയസ്സിലും ഇതൊക്കെ ആകാം എന്നുള്ള എന്റെ ഒരു ഉദാഹരണം. വേറൊരു ഞാൻ ഇന്നലെ ആയിരുന്നു എന്റെ ബർത്ത്ഡേ, 70ാമത്തെ ബർത്ത്ഡേ. ഞാൻ 400ാമത്തെ ഹാഫ് മാരത്തൺ ഓടിയത്. അതിൽ എൻ്റെ കൂടെ 200 പേരുണ്ടായിരുന്നു ഓടാനായിട്ട്. ശരി ശരി, അതോളാം. എന്തായാലും രാവിലെ കണ്ട ആള് മോശമല്ല. അപ്പം ഈ വണ്ടിയെ പറ്റി എന്താണ് അഭിപ്രായം? ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു 20 മാസമേ ഉള്ളൂ. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഈ സ്വിഫ്റ്റ് ഡിസൈറ, അത് ഏകദേശം ഒരു 14 കൊല്ലം ഉപയോഗിച്ചായിരുന്നു, ഡീസലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രായമൊക്കെ ആയപ്പോൾ എനിക്കൊരു തോന്നി ഈ വണ്ടി ഒന്ന് മാറിക്കളയാം, അതും ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുത്താൽ കൊള്ളാം എന്നൊരു മോഹം തോന്നി. അപ്പോൾ ഈ വോക്സ്വാഗന്റെ ഒക്കെ ഡീലറുണ്ടോ EVM സാബു, അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരുമിച്ച് ഓടാറ്. അപ്പോൾ അദ്ദേഹം ഒരു സജസ്റ്റ് ചെയ്തനുസരിച്ചാണ് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല വണ്ടിയാണ്, ഇതെടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ സാബുവിന് സ്കോഡയുടെ ഡീലർഷിപ്പ് ഉണ്ട്, കുഷാക്ക് ഇതിന്റെ സഹോദരനുണ്ട്. എന്നിട്ട് സാബു കുഷാക്ക് അല്ല പറഞ്ഞില്ല. കുഷാക്ക് പറഞ്ഞായിരുന്നു, അത് പറഞ്ഞായിരുന്നു. പക്ഷേ കുഷാക്ക് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് ഇതാണ്ട് പറയുമ്പോൾ മക്കൾക്കും ഇതാ താല്പര്യം. അങ്ങനെ അപ്പൊ ഈ ഒരു ജാപ്പനീസ് വാഹനത്തിൽ നിന്നും പെട്ടെന്ന് ഇതിലേക്ക് ചാടിയപ്പോൾ ഒരു മാറ്റം എന്താ ഫീൽ ചെയ്യുന്നത്? ഇത് ഇപ്പൊ എനിക്ക് എന്താ പറയണമെന്ന് എനിക്കറിയില്ല, അത്ര കംഫർട്ടബിൾ ആണ്. ഒരു സേഫ്റ്റി ഫീൽ കൂടുതൽ തോന്നുന്നുണ്ട്, ഒരുപാട് കൂടുതൽ തോന്നുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്നെ പോലെ ഈ 70 വയസ്സൊക്കെ ആൾക്കാർ ഓടിച്ചു നോക്കുമ്പോഴേ കുറച്ച് സേഫ്റ്റി ആണല്ലോ പ്രധാനം. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി വണ്ടി. ഇത് ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് അല്ലേ? 7 സ്പീഡ് ആണ്. അപ്പൊ അതും ഒരു സാബുവിന്റെ ഉപദേശമായിരുന്നു, അതോ ഓട്ടോമാറ്റിക് മതിയെന്ന് തീരുമാനിച്ചു? ഓട്ടോമാറ്റിക് മതിയെന്ന് എന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഏത് വണ്ടി വേണമെന്നുള്ളത് അത് സാബുവാണ് സജസ്റ്റ് ചെയ്തത്. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി തന്നെയാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സൗകര്യം ഉണ്ട്, ലെഗ് സ്പേസ് ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്, എവരിത്തിങ് ഈസ് റൈറ്റ്. അത് തന്നെ എന്റെ ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുണ്ടോ? നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. മറ്റുള്ള വണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് മൈലേജ് കുറവാണ്. പക്ഷെ ഈ സൗകര്യങ്ങളൊക്കെ നോക്കി കാണുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. മൈലേജ് നോക്കിയിട്ടുണ്ടോ? ഏകദേശം നോക്കിയില്ല. ഞാനിങ്ങനെ അധികം ഒരു ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ഒന്നും പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഡ്രൈവിങ്ങിനോട് ക്രൈസ് ഉള്ള ആളല്ല. അതിനേക്കാൾ കൂടി എനിക്ക് ക്രൈസ് ഓട്ടോവാ. വണ്ടി നിർത്തിയിട്ട് ഓടുക. അതായത് ഞാനിപ്പോ റിട്ടയർമെന്റിന് ശേഷം എനിക്കിപ്പോ 70 വയസ്സായി, 60ാമത്തെ വയസ്സ് തുടങ്ങിയാണ്. ഈ 10 വർഷത്തിനകം ഞാൻ 35,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. എന്റെ വണ്ടി അതിന്റെ പകുതി ഓടിക്കും. അപ്പൊ ഈ മറ്റേ നമ്മളൊരു ജാപ്പനീസ് വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ആശങ്ക വരാവുന്നത് മെയിൻ്റെനൻസ് കോസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സമയമായിട്ടില്ല. ഞാനിപ്പോ ഒരു 20 മാസമേ ഉള്ളൂ. 20 മാസമായെങ്കിലും ആകെ ഓടികൾ 16 കിലോമീറ്റർ. കാരണം ഞാൻ ഈ ഓടിയല്ലേ പോണേ. ഫാമിലിയായിട്ട് എവിടെയൊക്കെ പോകുമ്പോ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എനിക്ക് മക്കൾ 3 ഉണ്ട്. ഒരു മോളും 2 ആൺകുട്ടികൾ. ആൺകുട്ടികൾ ഇരട്ടയാ. അപ്പൻ എഞ്ചിനീയർ ആയതുകൊണ്ട് മക്കൾ 3 എഞ്ചിനീയർ. 3 എഞ്ചിനീയർ. അപ്പൊ അവരെ ഓടിക്കാറുണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വേറെ ഏത് വണ്ടിയുള്ള അവരൊക്കെ ഉപയോഗിക്കുന്നത്? മോൾക്ക് റെഗുലർ അവള് ഇൻഫോപാക്കിൽ വർക്ക് ചെയ്യണം. അപ്പൊ അതിനൊരു K10 മാരുതിയുടെ. ആ മക്കള് ഒരാൾ ദുബായിലും ഒരാൾ US-ലാണ്. പിന്നെ വന്നിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ദീർഘകാലം ഓടിക്കാൻ തന്നെയാണ് പരിപാടി എന്നാണ് തൽക്കാലം അങ്ങനെ ധരിച്ചു വെച്ചേക്കുന്നത്. അല്ല, എന്തായാലും മാറ്റേണ്ട കാര്യമില്ല. തന്നെയല്ലേ വേറൊരു പ്രശ്നം ഇതാണ്, ഈ ജർമ്മൻ വാഹനങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ വാഹനങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി വാങ്ങിക്കുമ്പോൾ അത് തന്നെ ആയിരിക്കണം. അല്ലാതെ ഇനി തിരിച്ചു താഴേക്ക്, അതായത് കോളേജിൽ പഠിച്ച പിന്നെ സ്കൂൾ പഠിക്കില്ല. എന്നാലും നല്ല ചോയ്സ് ആണ്. ഇപ്പൊ സാബു കാര്യം ഡീലറാണ് എങ്കിൽ പോലും സാബു കൃത്യമായ ഒരു ഉപദേശം തന്നെയാണ് കൊടുത്തത്. ഒരു മോശം പറയാനുള്ള വണ്ടിയാണ്. പിന്നെ മൈലേജിന്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓടിക്കുന്ന ഒരു സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഫുൾ കാല് കൊടുത്ത് ചവിട്ടി പിടിച്ചാൽ മൈലേജ് അങ്ങ് ഡ്രോപ്പ് ആകും. ഗ്രാജുവലി കൊടുത്തു പോയാൽ ഒരു പരിധി വരെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓടുമ്പോൾ എങ്ങനെയാ പതുക്കെയല്ലേ ഓടുന്നത്, അതോ സ്പീഡിലാണോ? അത് ഈവൻസ് ഒക്കെ ആണെങ്കിലേ ഒരു പിന്നെ 10-15 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടും. സാധാരണ ട്രെയിനിങ്ങിന്റെ ഭാഗത്ത് ഓടുമ്പോൾ ഓടുമ്പോൾ ഗ്രാജുവലി അല്ലേ നമ്മൾ സ്പീഡ് എടുക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അടുത്ത എന്താണ് ഓട്ടത്തിന്റെ കാര്യത്തിൽ? അടുത്ത ഞാൻ ഈ കമ്മിങ് സൺഡേ ചെന്നൈ മാരത്തൺ ഉണ്ട്. അത് ഞാൻ ഈ ഫ്രൈഡേ പോകും.
ട്രെയിൻ കയറി പോകും, അവിടെ സാറ്റർഡേ ചെല്ലും, ഞായറാഴ്ച ഓടും. അത് 42 കിലോമീറ്ററാണ്. അത് ഓടി അന്ന് രാത്രി തിരിച്ചു വരും. നല്ല ചൂടായിരിക്കുമല്ലോ ഇപ്പൊ ചെന്നൈയിലൊക്കെ. ചെന്നൈ കുഴപ്പമില്ല, ക്ലൈമറ്റ് നല്ലതാണ്. പിന്നെ അതുപോലെ കോഴ്സ് നല്ലതാണ്, ഫ്ലാറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 19-ാം തീയതി ഉണ്ട് മുംബൈ മാരത്തോൺ, ഇന്ത്യയിലെ നമ്പർ 1 മാരത്തോൺ. അതിന് 19th അത്. ഇതെല്ലാം സ്വന്തം പൈസ മുടക്കി നമ്മളൊക്കെ പോവാം. സ്വന്തം പോക്കറ്റിലെ പൈസ. എനിക്ക് സർക്കാർ പെൻഷൻ തന്നെ പെൻഷനും കൊണ്ടാണ് എനിക്ക്. വേറെ കാര്യമുണ്ട്, ഈ വണ്ടി വാങ്ങിയ ഉപദേശിച്ച സാബു മറ്റൊരു ഓട്ടപ്രാന്തനാണ്. അതെ, ഓട്ടപ്രാന്തനായത് എന്റെ കൂടെ കൂടി. പിന്നെ ആണല്ലേ? അത് ശരി. സാബുവിനെ നമ്മൾ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കാണാം, ഇതിലെ ഓടി പോകുന്നത് കാണാം. എന്റെ കൂടെ കൂടിയ പിന്നെ പ്രാന്തായത്. അല്ലേ? ശരി ശരി. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഹെൽത്തി ലിവിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ സുരക്ഷിതമായ ഒരു വണ്ടിയും രണ്ടും ഒരുമിച്ച് ഫോളോ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഓടുന്നിടയ്ക്ക് കാണാം. എവിടെയെങ്കിലും ഓടിണ്ടാവും, ഏതെങ്കിലും ഓടി കാണാം. അപ്പൊ എല്ലാവരും നോക്കി വെച്ചു എറണാകുളത്ത് എവിടെയെങ്കിലും ഓടി നടക്കുന്നതാണ്. ഏതെങ്കിലും ഓടി കാണാം. താങ്ക് യു. ഓക്കെ ഓക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോയൽ എൻഫീൽഡിൻ്റെ ഇന്ത്യയിലെ ഒരു മുഖച്ഛായ മാറ്റിയ വാഹനം എന്നത് മെറ്റിയോറാണ്. അതായത് ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് റോയൽ എൻഫീൽഡ് പ്രവേശിച്ചത് മെറ്റിയോറുമായിട്ടാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മെറ്റിയോറിൻ്റെ ഉടമയാണുള്ളത്. നമസ്കാരം. നമസ്കാരം. പേര്? രാജീവ്. എന്ത് ചെയ്യുന്നു രാജീവ്? ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ സ്ലിം യോഗയുണ്ട് പനമ്പള്ളിയാണ്. സ്ലിം യോഗ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതിന് യോഗ ചെയ്ത് സ്ലിം ആകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? സ്ലിം ആവും. നമ്മുടെ സെക്ഷൻ ചെയ്ത സ്ലിം ആവും. ശരി. അതെ. ഓ, അങ്ങനെ സ്പെഷ്യൽ സെഷൻ ഉണ്ട്. അതെ തന്നെ. ബ്രീത്തിങ്ങിന് പ്രാധാന്യം കൊടുത്ത്, ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്ത് യോഗയുടെ എക്സ്ട്രാക്ട് പാക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റം. ഓ ശരി. 10 വർഷമായി പനമ്പള്ളിയാണ്. ആണല്ലേ? പനമ്പള്ളി തന്നെയാണ്. പനമ്പള്ളി. ശരി. അപ്പൊ പനമ്പള്ളി കാണുന്ന പല മെലിഞ്ഞവരും രാജീവിന്റെ യോഗയിലൂടെ കടന്നുപോയവരായിരിക്കാൻ സാധ്യത അല്ലേ? രാവിലെയാണോ ഈ സെഷനൊക്കെ? രാവിലെ ഒരു 5:30, 7:30 കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഓ ശരി. ഓ, അത് കഴിഞ്ഞിട്ട് പോവാണ് ഹോസ്പിറ്റലാണ്. ഇപ്പം ജനങ്ങളുടെ കാര്യത്തിൽ മൊത്തത്തിൽ ഒരു ആരോഗ്യത്തിന്റെ അതിൽ അവബോധം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, അനക്കം വെച്ചിട്ടുണ്ട്. അത് ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം? കോവിഡ് കഴിഞ്ഞ പിന്നെ കോവിഡിന്റെ ആ സമയം മുതലേ ആൾക്കാർ ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങി തുടങ്ങി. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഫിറ്റ്നസ് ചെയ്തില്ലെങ്കിൽ രക്ഷയില്ല ഇനിയുള്ള കാലത്ത്. അതുകൊണ്ട് എല്ലാവരും ഫിറ്റ്നസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. നമ്മളിപ്പോ ഒരു എന്താ പറയണ്ടേ, ഇത്ര 70 വയസ്സിലും 35,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ ചേട്ടനെയാണ് ഇപ്പൊ കണ്ടത് അല്ലെ? അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ശരിക്കും ഒരു അത്ഭുതമാണ്. ഞാൻ എന്തായാലും ഇന്ന് തൊട്ട് എപ്പോഴും തീരുമാനിക്കുന്നത്, ഇന്ന് തൊട്ട് ഞാൻ എന്താണ് ഫിറ്റ്നസ് ശ്രദ്ധിക്കാൻ പോകണം. താങ്ക് യു. പറഞ്ഞതേ ഉള്ളൂ, നോക്കാം. അപ്പൊ എന്തുകൊണ്ട് മെറ്റിയോർ? മെറ്റിയോർ മറ്റ് ബൈക്കിനാണ് ക്രൂസ് ബൈക്കാണ്. കുറച്ചുകൂടി എൻ്റെ ഇതിനു മുമ്പ് ഡീസൽ ബുള്ളറ്റ് ആയിരുന്നു. ഡീസൽ ബുള്ളറ്റ് ആയിരുന്നു. ഒരു 30 വർഷം ഞാൻ ഓടിച്ചിരുന്നു. 30 വർഷം? അത് തന്നെ. അത് നല്ലൊരു ബൈക്കായിരുന്നു. പക്ഷെ അതിന് പ്രായമായപ്പോൾ പതുക്കെ അതിനെ മാറ്റി. ഡീസൽ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് മാത്രമേ കൊണ്ടുനടക്കാൻ, വേറെ ആർക്കും കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനെ കുറിച്ച് ടെക്നോളജി പഠിക്കണം. അതിന്റെ എയർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. എല്ലാ സെക്ഷനും നമുക്കറിയാം. എന്തായാലും പിന്നെ അത് അത്രയും കാലം നിലനിർത്താനുള്ള ഒരു കാരണം? നിലനിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 റുപ്പീസിന് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ഓടും. ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ 750 അടിക്കണം. ആ ഒരു ഡിഫറൻസ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പോകുമ്പോ ഒരു രാജകീയത്വം ഉണ്ട്. ഇതിൽ പോകുമ്പോ ഒരു ക്രൂസ് ബൈക്ക് സ്റ്റൈൽ. ഈ ഡീസൽ ബൈക്ക് ഇപ്പം രാജീവ് വിറ്റതിന് ശേഷം ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ഇല്ല, കുറവാണ്. റയറാ. അപ്പൊ ഡീസൽ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോ നമ്മൾ പറയണം ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അടിക്കും. പക്ഷെ നമ്മൾ അതുപോലെ മോഡിഫൈ ചെയ്ത് വണ്ടി കൊണ്ടു നടന്നിരുന്നതാണ്. ആരെങ്കിലും ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഡീസൽ ബുള്ളറ്റ് ഉള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ബുള്ളറ്റിന് ഡീസൽ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നവർ പോലും വളരെ കുറവായിരിക്കും. വണ്ടി കയറ്റിയതാണ്, എഞ്ചിൻ കയറ്റിയതാണ്. അപ്പൊ ഡീസൽ എഞ്ചിൻ ഒരു ബൈക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പോലും ചിന്തിക്കാറില്ല. പക്ഷെ പണ്ട് കാലത്ത് അത് ചെയ്തിരുന്നു. അതിനുള്ള സ്പെഷ്യലൈസ് സ്കീം ഉണ്ട്. ഓക്കെ. അപ്പൊ അതിൽ നിന്നും ഇതിലേക്ക് വന്നപ്പോ എന്താണ് പെട്ടെന്നൊരു മാറ്റം തോന്നിയത്? അത് നമുക്ക് ഇതിൽ വന്നപ്പോ ഒന്നുമല്ല, ഫുൾ ടെക്നോളജിയാണ്. അതിലും ഫുൾ മാനുവലാണ്. കിക്കർ എല്ലാം മാനുവൽ മൂവ്മെന്റ് ആണ്. ഇതിൽ വന്നപ്പോ ഫുൾ ടെക്നോളജി, ഇന്ത്യൻ ടെക്നോളജി മാറി പുതിയ യുഗത്തിലേക്ക് വന്ന പോലെ തന്നെ ഇത് ഫുൾ ബട്ടണും പ്രസ്സിംഗ് ആണ്. എല്ലാ സിസ്റ്റവും അങ്ങനെ മാറി. എന്താണ് ഡിഫറൻസ്? നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം ഇതിൽ കയറി. അതാണ് ഇത്. പിന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു റിഫൈൻമെന്റ് വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടാവും. ഹെവിയാണ്. മറ്റേ മാനുവൽ മൂവ്മെന്റ്, എല്ലാ കിക്കർ അടിക്കണം, എയർ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം. അതിന്റെ വേറൊരു രാജ്യത്ത് നമ്മൾ വരുമ്പോഴേ അറിയാൻ പറ്റും ആൾക്കാർക്ക്. നമ്മുടെ റോഡിലെ ഞാൻ പോകുമ്പോൾ ആൾക്കാരെ എഴുന്നേക്കണം, 5:30 എഴുന്നേക്കണം. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും റൈഡ് കൂടുതൽ എൻജോയ് ചെയ്യാണോ ചെയ്യുന്നത്? എൻജോയ് ആണ്. അതിന് ഞാൻ റൈഡൊക്കെ പോയിരുന്നു. എല്ലാ സ്ഥലത്തും, കോയമ്പത്തൂരും എല്ലാ സ്ഥലത്തും, ഊട്ടി എല്ലാ സ്ഥലത്തും പോയിരുന്നു. പക്ഷെ ഇതിൽ വന്നപ്പോ റൈഡ് കുറച്ചും കൂടി സുഖമായി. ക്രൂസ് ബൈക്ക് ആയപ്പോ വെറുതെ കൈ കൊടുത്താൽ മതി, വെറുതെ അറിയാം.
ഇതിപ്പം ലഡാക്കൊക്കെ പോയോ? കോടി കണ്ടിട്ട് ചെറിയ ചെറിയ ട്രിപ്പുകൾ അതേ ആയിട്ടുള്ളൂ. വലിയ ട്രിപ്പ് സാധ്യതയുണ്ടോ? പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ, ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എത്ര കാലം എടുത്തിട്ട്? ഇതെടുത്തപ്പോ 2 years. എത്ര രൂപയ്ക്കാണ് എടുത്തതെന്ന്? ഇതെടുത്തിട്ട് ഇപ്പോ 2.10. 2.10. ആ, 2.10 വർത്താണ്. വേർത്താണ്. ആണ്. അത് വണ്ടി ഉണ്ട്, ആ, കംപ്ലൈൻസ് ഒന്നുമില്ല. 5 years ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അവര്. പണ്ട് ഉള്ള വണ്ടിയിൽ കുറെ തുരുമ്പുകളും ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. മോഡിഫൈ ചെയ്തവര് കുറേയും കൂടി 5 years ഗ്യാരണ്ടി കൊടുക്കണം. അപ്പൊ എല്ലാ പാർട്സിനും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഒരു കിറ്റ് അങ്ങനെ മാറ്റി. സർവീസ് ഒക്കെ നല്ലതായിരുന്നു. എവിടെ സർവീസ് ചെയ്യുന്നത്? നമ്മുടെ സെന്റ് മേരീസ്. സെന്റ് മേരീസിന് ഒരു അഭിനന്ദനം കിട്ടിയിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കേട്ടോളൂ. സർവീസ് അതുപോലെ ഈ ഫ്രെഡി, ഫ്രെഡിക്ക് ഒരു അഭിനന്ദനം ഉണ്ട്. അപ്പൊ ഇത് നേരത്തെ എൻഫീൽഡിന്റെ പ്രശ്നങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ തുരുമ്പ് മാത്രമല്ല, ഹീറ്റ് ഇഷ്യൂസ്, വൈബ്രേഷൻ, എല്ലാം മാറി. ഭയങ്കര അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് കൊണ്ടുവന്നവര്. ഇപ്പൊ തന്നെ കുറെ ബൈക്ക് ഇറക്കിയിട്ടുണ്ട്. അതെ അതെ, ഇപ്പൊ ഇഷ്ടംപോലെ ബൈക്കുകളാണല്ലോ എനിക്കിഷ്ടം. ബുള്ളറ്റ്, എൻഫീൽഡ്. മെറ്റിയോർ. ഈ മെറ്റിയോറിന്റെ കാര്യത്തിൽ എനിക്ക് അന്ന് തോന്നിയത്, ഇത് വന്ന സമയത്ത് നമ്മൾ ഏകദേശം ഹോണ്ട ഹൈനസ് ഇതൊക്കെ ഒരുമിച്ച് വന്നത്. ഹൈനസിനേക്കാൾ എനിക്ക് സസ്പെൻഷൻ ഇഷ്ടപ്പെട്ടത്. ഹൈനസ് പോരെ, സാധാ ഒരു ബൈക്ക് എന്ന് പറയാൻ പറ്റും. എൻഫീൽഡ് ഇഷ്ടപ്പെടുന്നവർ ബാക്കി എല്ലാം സാധാ ബൈക്ക് കേട്ടോ. അതെ, ശരിയാണ്. ഇപ്പൊ എൻഫീൽഡിന്റെ പരസ്യം തന്നെ പറയുന്നത് മറ്റുള്ള കുട്ടികളെ ഓടിച്ച് നടക്കട്ടെ, കരുത്തന്മാരുടെ ബൈക്ക് എന്ന് അറിയാം. ഈ 2 വർഷത്തിനിടയ്ക്ക് സർവീസ് കോസ്റ്റ് എങ്ങനെ ഫീൽ ചെയ്തു? അധികം വരുന്നില്ല, 2000 ഉള്ളിലേക്ക് മാത്രമേ വരുന്നു. അത് നമ്മളത് കറക്റ്റ് കൊണ്ട് നടക്കണ, എഞ്ചിൻ ലൂപ്പ് ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 2 വർഷത്തിനുള്ളിൽ ഇല്ല, സർവീസ് നമ്മൾ സങ്കടപ്പെടുത്തില്ല. ഒരു 2000-2500 മാക്സിമം അത്ര വരുന്നു. പാർട്സ് ഒക്കെ സ്ട്രോങ് ആണ്, കുഴപ്പമില്ല. അപ്പൊ ഇനി കുറെ കാലം ഇത് ഓടിച്ചു നടക്കാൻ തന്നെയാണ്. അതെ, ഒരു 10 years കൊണ്ട് നടക്കാന്നുള്ള ആഗ്രഹത്തിലാണ്. മറ്റ് ബൈക്കുകളെ ഞാൻ നോക്കിയപ്പോ ബെന്നിൽ ഇറങ്ങണ്ടായിരുന്നു, ഹോണ്ടയുടെ ഇറങ്ങണ്ടായിരുന്നു, പക്ഷെ അതിന് ബെസ്റ്റ് വണ്ടി ഇത് തന്നെയാണ്. SD ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എല്ലാം ഞാൻ സർവേ ചെയ്തപ്പോ എല്ലാം നല്ലതുകൊണ്ട് നല്ലതാണ്. എന്റെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരൊക്കെ പറഞ്ഞ നല്ല അഭിപ്രായം. തീർച്ചയായിട്ടും അതൊരു നല്ല അഭിനന്ദനമാണ്. കാരണം വെച്ചാൽ നമ്മൾ പൊതുവെ അറിയാലോ, എൻഫീൽഡിന്റെ ബൈക്കുകൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്നവർ എന്തെങ്കിലും വണ്ടി ഇഷ്ടമാണെങ്കിലും കുറെ കുറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇപ്പം അതൊക്കെ മാറി എല്ലാം തന്നെ. ഇപ്പൊ ഇതിന്റെ R&D ഒക്കെ അടക്കമുള്ള എല്ലാം UK-ലൊക്കെയാണ് ചെയ്യുന്നത്. R&D സെന്റർ ഒക്കെ UK-ലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് സായിപ്പന്മാരുടെ ഒരു കരസ്പർശവും ഒക്കെ പുതിയ വണ്ടികളിലുണ്ട്. തീർച്ചയായിട്ടും അവർ കുറച്ചുകൂടെ മിടുക്കന്മാരാണെന്നുള്ള ഒരു സംശയം ഇത്തരം കാര്യങ്ങളിലൊക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം യോഗയൊക്കെ ചെയ്ത് എല്ലാവരെയും ഹെൽത്തി ആയി കൊണ്ടു നടക്കുക. നമ്മളും പറ്റുമ്പോഴൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റ് ഒരു എപ്പിസോഡുമായിട്ട് കാണാം. വീഡിയോ എല്ലാവർക്കും നന്ദി, ബൈ.